മോദിയെ സ്വീകരിക്കാൻ തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന ബിജെപി മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, എത്രത്തോളം ജനപങ്കാളിത്തമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് പാർട്ടി പ്രവർത്തകർക്കുള്ളത്? മഹിളാ സമ്മേളനത്തിനായി നരേന്ദ്രമോദി നാളെ തൃശൂരിലെത്തുമ്പോൾ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് വലിയ പ്രഖ്യാപനങ്ങളും വലിയ നീക്കങ്ങളുമാണ്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നടത്തുന്ന ഏറ്റവും വലിയ ഒരു ചുവടുവെപ്പാണ് നരേന്ദ്രമോദിയുടെ ഈ തൃശൂർ സന്ദർശനം. സ്വാഭാവികമായിട്ടും ഈ ഒരു സന്ദർശനത്തിൽ പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം നരേന്ദ്രമോദി നേരിട്ട് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സന്ദർശനത്തിൽ അദ്ദേഹം മതമേലധ്യക്ഷന്മാരുമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ളത്. നമുക്കറിയാം, തൃശ്ശൂരിൽ ക്രിസ്തീയ സഭകൾക്കുള്ള സ്വാധീനം ഏറെ വലുതാണ്. തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലൊന്നാകെ ക്രിസ്തീയ മത മേലധ്യക്ഷന്മാരുമായിട്ട് സഭകളുമായിട്ട് BJP അടുപ്പം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി നേരിട്ട് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടാകുമോ, എവിടെയെങ്കിലും വെച്ച് ഉണ്ടാകുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ BJP കേരളത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ ഒരു നീക്കം തന്നെയാണ് ഈ നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം. മഹിളാ സമ്മേളനത്തിൽ 2 ലക്ഷത്തിലധികം വനിതകളാണ് ഇതിൽ പങ്കെടുക്കുക, അണിനിരക്കുക എന്നാണ് BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ നരേന്ദ്രമോദി തൃശൂരിലെത്തും. അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് കൂട്ടനല്ലൂരിലെത്തുക. കൂട്ടനല്ലൂരിൽ നിന്ന് അദ്ദേഹം റോഡ് മാർഗം തൃശൂരിലേക്ക് എത്തും. തൃശൂരിൽ റൗണ്ടിൽ ജില്ലാ ആശുപത്രിക്ക് സമീപം അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കും. ഏകദേശം ഒരു 3/4 കിലോമീറ്റർ ദൂരം അദ്ദേഹം തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് റൗണ്ടിലൂടെ സഞ്ചരിക്കും. നായ്ക്കനാലിന് അടുത്തുള്ള കവാടത്തിലാണ് ഈ സമ്മേളനത്തിന്റെ വേദി നിർമ്മിക്കുന്നത്. അവിടേക്ക് അദ്ദേഹം എത്തും. പ്രവർത്തകർക്ക്, ഈ പുരുഷ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് റോഡ് ഷോയിൽ പങ്കെടുക്കാനാണ് തീരുമാനം ഉള്ളത്, അനുവാദമുള്ളത്. സമ്മേളന നഗരിയിൽ, വേദിയിൽ സ്ത്രീകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. വലിയ ഒരുക്കങ്ങൾ, വലിയ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം ഇവിടെ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കൾ കൂടി ഇന്നെത്തും. ഇനി രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്ക്, BJPയുടെ നീക്കങ്ങൾക്ക് എന്തെല്ലാം ഊർജം നൽകുന്നതായിരിക്കും, ഏതെല്ലാം തരത്തിലുള്ള ഊർജം നൽകുന്നതായിരിക്കും നരേന്ദ്രമോദിയുടെ വാക്കുകളെന്ന് കേട്ടറിയാനുള്ള കാത്തിരിപ്പാണ്. എന്നാണെങ്കിലും തൃശ്ശൂരിൽ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്.